അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഹിദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ വളരെ വേഗം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ആയുസ്സും അത്രയും വേഗം അതിനനുസരിച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ റമളാനിലെ 19ാമത്തെ ദിവസത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. പരിശുദ്ധ റമളാനുള്ള ഏറ്റവും വലിയ സവിശേഷത ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ടാണ് ഈ മാസത്തെ നാം ഇത്രമാത്രം ആദരിക്കുന്നത്, വ്രതമനുഷ്ഠിക്കുന്നത്, രാത്രികാലങ്ങളിൽ ദീർഘമായി ഖുർആൻ ഓതി നമസ്കരിക്കുന്നത്, പകലും രാത്രിയും ഒക്കെ ആയിട്ട് ഖുർആൻ പാരായണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ മുഴുകുന്നത്. അതാണ് ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് പറഞ്ഞ ആ സൂറത്തുൽ ബഖറയിലെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് എന്ന് നമുക്കറിയാം. അപ്പം പരിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആൻ്റെ അവതരണം കൊണ്ട് ധന്യമായി എങ്കിൽ ആ ഖുർആനുമായിട്ടുള്ള നമ്മളുടെ ബന്ധത്തെക്കുറിച്ച് ഒരു ആലോചന നന്നായിരിക്കും. കാരണം പരിശുദ്ധ ഖുർആൻ റമളാൻ മാസത്തിലാണ് അവതരണീയമായത് എന്ന് പറയുമ്പോൾ ആ അവതരണീയമായ രാത്രി ഉൾക്കൊള്ളുന്ന ഒരു രാത്രി സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ വരുന്ന അവസാനത്തെ നാളുകളിലേക്കാണ്, അവസാനത്തെ 10ലേക്ക്. ഹദീസുകളിലൊക്കെ പ്രയോഗിച്ചിട്ടുള്ള പദമാണ് അൽ അശ്റുൽ അവാഖിറു മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10 ഹദീസുകളിലൊക്കെ ഉള്ള പ്രയോഗം അതാണ്. അത് ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ്. അതുകൊണ്ടാണ് ആ പ്രയോഗം തന്നെ വരുന്നത്. ആ നാളുകൾ പ്രത്യേകം ആരാധനകൾ കൊണ്ട് സജീവമാക്കാനും ആരാധനകളിൽ മുഴുകാനും പ്രാർത്ഥനകളിലും പാപമോചനം തേടലുകളിലും പശ്ചാത്താപത്തിലും നന്മകൾ വർദ്ധിപ്പിക്കുന്നതിലുമൊക്കെ കൂടുതൽ സമയം കണ്ടെത്തണം എന്ന് നിർദ്ദേശിക്കുന്ന അതുകൊണ്ടാണ്. ഇവിടെയും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ ആദ്യമൊക്കെ വളരെ ഉഷാറോടുകൂടി മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ കാര്യം ചെയ്യും, പിന്നോട്ട് വരുമ്പോൾ. പക്ഷെ റമളാനിൽ ഒരു ദിവസം പിന്നിടുമ്പോൾ അടുത്ത ദിവസം ആ പിന്നിട്ട ദിവസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. അങ്ങനെയാണ് ആദ്യത്തെ 2 10ഉം 20ഉം അങ്ങോട്ട് പിന്നിട്ട് അവസാനത്തെ 21 മുതൽ വരുന്ന അവസാനത്തെ 10 അൽ അശ്റുൽ അവാഖിർ എന്ന് പറയുന്ന ആ 10 കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെക്കാൾ ശ്രേഷ്ഠത കൂടുതലുള്ള ദിവസമാണ്. അതിന് കാരണം റമളാൻ ഖുർആൻ അവതരണീയമായ മാസമായതുകൊണ്ട് റമളാൻ മാസത്തിന് പ്രത്യേകതയും സവിശേഷതയും ഒരു പവിത്രതയും ഒക്കെ വന്നതുപോലെ തന്നെ റമളാനിലെ അവസാനത്തെ 10ലെ ഏതോ ഒരു രാത്രിയിൽ, ഒറ്റയായി വരുന്ന ഒരു രാത്രിയിൽ ആണ് ഖുർആൻ്റെ അവതരണം ഉണ്ടായത് എന്നതുകൊണ്ട് ആ അവസാനത്തെ 10ലെ ദിവസങ്ങൾ ആകമാനം ശ്രേഷ്ഠതയുള്ളതാണ്. വിശിഷ്യ ആ ഖുർആൻ അവതരിച്ച രാത്രിയായ ലൈലത്തുൽ ഖദ്ർ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് എന്ന് പഠിപ്പിക്കുന്നു എന്ന് നാം തിരിച്ചറിയുക. അങ്ങനെയുള്ള നാളുകളിലേക്ക് നാം കടക്കുകയാണ്. അപ്പം വിശുദ്ധ ഖുർആൻ അവതരിച്ച ഈ മാസമായി റമളാൻ, ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ള ഈ റമളാൻ, കഴിഞ്ഞു പോയ നമ്മുടെ ഈ റമളാൻ, വിശുദ്ധ ഖുർആനുമായി നമ്മളുടെ ബന്ധം എങ്ങനെയായിരുന്നു? എത്രത്തോളം നമ്മളത് പാരായണം ചെയ്തു? പലരും അത് ഒരുപാട് ഓതി 1ഉം 2ഉം ഖത്തൊക്കെ തീർക്കുന്ന ആൾക്കാരുണ്ട്, ഓതി തീർക്കുന്ന ആൾക്കാരുണ്ട്, തീരെ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുമുണ്ട്. അല്ലെങ്കിൽ ക്രമേണ ഒരു ദിവസം ഒരു ജുസ് എന്നെങ്കിലും വെച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ കൊണ്ട് ഒരു ആവർത്തി ഒരു ഖത്തം ഒന്നും പൂർണ്ണമായും ഓതി തീർക്കുക എന്നത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഗണം എവിടെയാണ് ഞാനും നിങ്ങളും എന്നുള്ള ഒരു ആലോചന ഈ ഖുർആൻ്റെ അവതരണം കൊണ്ട് ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന അവസാനത്തെ 10 അടുത്ത് വരുന്ന സ്റ്റെപ്പ് നമ്മൾ വെക്കുകയാണ് അങ്ങോട്ട്. ആ സന്ദർഭത്തിൽ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം വിശുദ്ധ ഖുർആനോടുള്ള നമ്മുടെ ബാധ്യത പ്രധാനമായും ഉള്ളത് 2 ബാധ്യതയാണ്. ആ 2 ബാധ്യത നിറവേറ്റിയില്ല എങ്കിൽ നമ്മൾ ഖുർആൻ നമുക്കെതിരാവും, ഖുർആനിന് നാം എതിരാവുകയും ചെയ്യും. 2 സംഭവിക്കും. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മളുടെ 2 ബന്ധങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ആ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു ബാധ്യതയായി നിശ്ചയിച്ചതാണ്. അത് ചെയ്യണം. അത് റമളാനിൽ മാത്രം ഓതേണ്ട ഒന്നല്ല ഖുർആൻ. വിശുദ്ധ ഖുർആൻ പാരായണം എല്ലാ ദിവസവും നാം ജീവിച്ചിരിക്കുന്നിടത്തോളം നാം അത് ചെയ്യണം. ഖുർആൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും പാരായണം ചെയ്യാൻ ശ്രമിക്കാതെ, അതിൻ്റെ അർത്ഥം പഠിക്കാൻ ഗ്രഹിക്കാതെ, അതുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാതെ, ആ ഖുർആനോടൊപ്പം നടക്കാൻ ശ്രമിക്കുക പോലും ചെയ്യാതെ അകന്ന് ജീവിച്ചിട്ട് നമ്മുടെയൊക്കെ നാട്ടുനടപ്പനുസരിച്ച് നമ്മൾ
മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കൽ യാസീൻ ഓതാൻ ആൾ വരും, നമ്മളുടെ അടുക്കൽ ഖുർആൻ ഓതാൻ ആൾ വരും. പക്ഷേ ആ ഖുർആൻ ഓതൽ കൊണ്ടോ ആ യാസീൻ ഓതൽ കൊണ്ടോ മരിച്ച ആൾക്കോ ഓതുന്ന ആൾക്കോ യാതൊരു പുണ്യവുമില്ലാത്ത പ്രതിഫലവുമില്ലാത്ത ഒരു നിഷ്ഫലമായ പ്രവൃത്തിയായി മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. സത്യത്തിൽ നാം മരിച്ചതിന് ശേഷം നമ്മളുടെ അടുക്കൽ വന്നിരുന്നോ നമ്മുടെ ഖബറുകളിൻ്റെ അരികിൽ വന്നിരുന്നു കൊണ്ടോ ഖുർആൻ ഓതിയത് കൊണ്ട് നമുക്കൊരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല. ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനപരമായ ഒരു സന്ദേശമാണ് ഞാൻ ഈ പറയുന്നത്. വിശുദ്ധ ഖുർആൻ മരിച്ചവർക്ക് വേണ്ടി ഓതി ഹദിയ ചെയ്താൽ അതിൻ്റെ കൂലി മരിച്ചവർക്ക് കിട്ടുകയില്ല എന്ന് കൃത്യമായി ഷാഫി മദ്ഹബിൻ്റെ വ്യക്തമായ സന്ദേശമാണ്. എന്നിട്ടാണ് ആ ഷാഫി മദ്ഹബ് പറഞ്ഞുകൊണ്ട് ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷം യാസീൻ ഓത്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മളുടെയൊക്കെ നാടുകളിൽ നമ്മൾ കണ്ടിരുന്നത് ആ പള്ളിയിൽ നിന്ന് ഈ മരിച്ച വീട്ടിലേക്ക് വരുന്ന ആളുകളിൽ ആരെങ്കിലും വന്നിരുന്നു കൊണ്ട് യാസീൻ ഓതും, ആരെങ്കിലും കൂടെ ഓതും. ഇപ്പം മൈക്ക് വെച്ച് കെട്ടിയാണ് യാസീൻ ഓതലും ദുആയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മാറ്റമാണ് ഈ കാണുന്നത്. നാട് പുരോഗതിക്കുന്നതനുസരിച്ച് നമ്മളും പുരോഗതി പ്രാപിക്കണമല്ലോ. ആ പുരോഗതിയാണ് ഈ കാണുന്നത്. സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ആലോചന പോലും ആരെങ്കിലും പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത രൂപത്തിൽ, അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഏത് കാര്യത്തിനും ദുആയാണല്ലോ. എന്തിനിറങ്ങിയാലും കുറച്ച് പേര് വന്നിരുന്നു കൊണ്ട് ദുആ ഇറക്കണം. ഇപ്പം ഒരു മരണപ്പെട്ട വീട്, മുഖ്ലിസായി മുവഹിദായി ജീവിച്ചു പോയ മനുഷ്യൻ, ആ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ആ ആശയവുമായി നിൽക്കുന്ന ആളുകളുണ്ടാവും. എന്നാലും നാട്ടാചാരത്തിന് വേണ്ടി പള്ളിയിൽ നിന്നും നാട്ടുപ്രമാണിമാരും മറ്റാൾക്കാരായ ചിലരും വന്നിരുന്നു കൊണ്ട് ബലാത്കാരമായി വന്നിരുന്നു കൊണ്ട് യാസീൻ ഓതലും ദുആയിരക്കലും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ കൂട്ടി ഇങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഒരുതരം നാട്ടാചാരങ്ങളും മാമൂലുകളായി ഖുർആനോടും യാസീനോടുമുള്ള നമ്മുടെ ബാധ്യത ഇതാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലായി പോകുന്നു. സത്യത്തിൽ ഖുർആനോടുള്ള ബാധ്യത ഒന്ന്, അത് പാരായണം ചെയ്യുക, അത് പ്രതിഫലമുള്ള കാര്യമാണ്. ഖുർആൻ്റെ അർത്ഥം അറിയാതെ തന്നെ പാരായണം ചെയ്താലും കൂലി കിട്ടും. പക്ഷേ കാലാകാലം അങ്ങനെ ആകരുത്. ഖുർആൻ്റെ അർത്ഥം പഠിച്ചില്ലെങ്കിൽ അതിനുള്ള കുറ്റം ശിക്ഷയും വേറെയാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ്സലാത്ത വ ആതുസ്സകാത്ത വ അഖാമുസ്സലാത്ത വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയത്തൻ യർജൂന തിജാറത്തൻ ലൻ തബൂർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, വ അഖാമുസ്സലാ, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവർ, വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ, അവർക്ക് നാം നൽകിയതിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവഴിക്കുകയും ചെയ്യുന്നവർ, യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നശിച്ചു പോകാത്ത വ്യാപാരത്തെയാണ്, കച്ചവടത്തെയാണ് അവർക്ക് അവർ കാത്തിരിക്കുന്നത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ അവിടെ യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ തിലാവത്ത്, പാരായണം. ഇനി ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മൾ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കേവലം അക്ഷരം വായിച്ചു പോകുന്നതിനൊരു പാരായണം എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, പത്രം ഞാൻ വായിച്ചു, പത്രപാരായണം എന്ന് പറഞ്ഞാൽ ആ വായിച്ചതിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് എൻ്റെ മനസ്സിൽ എത്തിക്കഴിഞ്ഞു. അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ പുസ്തകം വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വായനയിൽ ഒരു അണ്ടർസ്റ്റുഡാണെന്ത് അത് മനസ്സിലാക്കുക എന്നുള്ളത് എന്നതുപോലെയുള്ള ഖുർആൻ പാരായണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു സംശയമില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം എന്നുള്ള നിലയിൽ ഒരക്ഷരം പാരായണം ചെയ്താൽ അതിന് 1 to 10 വരെ നന്മകൾ രേഖപ്പെടുത്തപ്പെടും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വചനമുണ്ട്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്നത്, അദ്ദേഹം പറയാണ്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ആ ഹദീസ് അറബിയിൽ തന്നെ, അതിന് ആശയത്തിലേക്ക് പോകാതെ ഞാൻ പറഞ്ഞത് അതിൻ്റെ ആ പാരായണത്തിൻ്റെ ഖുർആനോടുള്ള ബാധ്യതയിൽ ഒന്ന് പാരായണമാണ്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅ, ആരെങ്കിലും ഓതിയാൽ, ഹർഫം മിൻ കിതാബില്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഹർഫ് ആരെങ്കിലും പാരായണം ചെയ്താൽ, ഫലഹു ബിഹി ഹസന,
അവന് ആ ഒരു അക്ഷരം നിമിത്തം ഒരു നന്മ. ഏതുവരെ? വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു നന്മക്ക് 10 ഇരട്ടി നന്മ. അപ്പം അലിഫ് ലാം മീം എന്ന് റസൂല് പറഞ്ഞിട്ട് പറയുകയാണ്, അത് മൊത്തം ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫ് ഒരക്ഷരമാണ്, ലാമ് ഒരക്ഷരമാണ്, മീമ് ഒരക്ഷരമാണ്. അപ്പം വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാമല്ലോ, ഖുർആനുമായി ബന്ധപ്പെടുന്ന നമുക്കെല്ലാവർക്കും അറിയാം, ഖുർആൻ ഓതുന്ന നമുക്കെല്ലാവർക്കും അറിയാം. ചില സൂറത്തുകളൊക്കെ തുടങ്ങുന്നത്, ഇപ്പോൾ സൂറത്തുൽ ബഖറ തന്നെ തുടങ്ങുന്നത് എങ്ങനെയാ? അലിഫ് ലാം മീം എന്നാണ്. സൂറത്ത് ഖാഫ് തുടങ്ങുന്നത് എങ്ങനെയാ? ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നൂൻ വൽ ഖലം, സൂറത്തുൽ ഖലം തുടങ്ങുന്നത് എങ്ങനെയാ? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ താഹ ആദ്യത്തിൽ കാണാം, യാസീൻ ആദ്യത്തിൽ കാണാം, അലിഫ് ലാം റാ കാണാം, അലിഫ് ലാം മീം റാ കാണാം, കാഫ് ഹാ യാ ഐൻ സാദ് എന്ന് കാണാം. ഇതൊക്കെ കേവല അക്ഷരങ്ങളാണ്, ഒറ്റ അക്ഷരങ്ങളാണ്. പ്രത്യേകിച്ച് അതിനൊരു പ്രത്യേക അർത്ഥമോ ആശയമോ ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത നിലയിൽ വിവിധങ്ങളായ അക്ഷരങ്ങൾ, ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ് ഈ ഗ്രന്ഥം. ഇതിന് തുല്യമായ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഖുർആൻ്റെ പ്രതിയോഗികളോട് വെല്ലുവിളിക്കുന്ന ശൈലിയിലുള്ള വാക്കുകളായിട്ട് അതിനെ നിർവചിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഏതോ ആകട്ടെ, ഇങ്ങനെയുള്ള കേവലാക്ഷരങ്ങൾ കൊണ്ട് ഖുർആൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അലിഫ് ലാം മീം അർത്ഥം ചോദിച്ചാൽ ചിലപ്പോൾ അർത്ഥം അതിന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്തു ചെയ്യും? ആ 3 അക്ഷരം ഉൾക്കൊള്ളുന്ന ആ ഒരു വാക്ക് നമ്മൾ പാരായണം ചെയ്താൽ 30 നന്മ നമുക്ക് ലഭിക്കുമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ഖുർആൻ പാരായണത്തിൻ്റെ ഒരു ശ്രേഷ്ഠത. അതിനോടുള്ള ബാധ്യതയിൽ ഒന്ന് പാരായണമാണെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അങ്ങനെ ആ ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കുന്നു. അതിന് നാം സമയം കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തത്, ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബാധ്യതയിൽ രണ്ടാമത്തത് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക, അത് പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഖുർആനോടൊപ്പം നമ്മൾ നടക്കുക, നമ്മുടെ ജീവിതം അങ്ങനെയായി മാറുക. അതാണ് മറ്റൊരു ബാധ്യത. അത് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഖുർആൻ്റെ അനുയായികൾ മുഴുവൻ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബാധ്യത അത് പാരായണം ചെയ്യൽ, അത് പഠിക്കൽ, അത് പഠിപ്പിക്കൽ, അത് ഗ്രഹിക്കൽ, അത് ഉൾക്കൊള്ളൽ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൽ, അതുപോലെ തന്നെ മനഃപ്പാടമാക്കൽ, ആ മനഃപ്പാടമാക്കി ഓതുന്നത് കേൾക്കുന്നത് പോലും പ്രതിഫലാർഹമായ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത്. ഇതിനൊക്കെ ഒരുപാട് അവസരങ്ങൾ ഈ റമദാനിൽ നമുക്ക് കിട്ടിയാലും ശരി, നമുക്ക് ശവ്വാലും അതുപോലെ തന്നെ റമദാനും അല്ലെങ്കിൽ ഷഅബാനും റമദാനും ഒക്കെ ഒരുപോലെയാണ് എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് നാം പോകുന്നതെങ്കിൽ ഒരിക്കലും വിശുദ്ധ ഖുർആനോടുള്ള നമ്മുടെ ബാധ്യത നിറവേറ്റുന്നവരായി തീരാൻ നമുക്ക് കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുക. ഖുർആനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, അത് പാരായണം ചെയ്യുക, അതിൻ്റെ പ്രതിഫലം നേടുക, അത് ജീവിതത്തിൽ പകർത്തുക. ആ നിലയിൽ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളിൽ ഖുർആൻ പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവനുമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സന്തോഷവാർത്ത അറിയിച്ച ഒരു കാര്യമാണ് ഖുർആനുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് ഖുർആനിലൂടെ മാത്രമേ നമുക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമൊക്കെ ആദ്യകാലം മുതലേ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സമൂഹത്തെ സമുദ്ധരിക്കുകയും നവോത്ഥാനത്തിൻ്റെ വീതിയിലേക്ക് അവരെ നയിച്ചു കൊണ്ടുപോവുകയും ചെയ്തത്. അതിന്നും അനുസ്യൂതം തുടരുന്നു. പണ്ടൊക്കെ വിശുദ്ധ ഖുർആൻ്റെ ഒരായത്തിൻ്റെ അർത്ഥം പോലും പഠിക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് ഖുർആൻ അർത്ഥം പഠിച്ചേ മതിയാവൂ എന്നുള്ള ധാരണയിലേക്ക് ഈ ഖുർആൻ്റെ അർത്ഥം പഠിക്കണ്ടെന്ന് പറഞ്ഞവർ പോലും ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമായൊരു കാര്യമാണ്. പക്ഷേ അത് പഠിക്കേണ്ടതുപോലെ പഠിക്കേണ്ടടുത്ത് നിന്ന് പഠിച്ചില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിച്ച അവസാനം ശിക്ഷയ്ക്ക് വിധേയരാകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നുള്ള ഒരു ഭയാശങ്ക കൂടി നമുക്കുണ്ടാകുന്നത് നന്നായിരിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതരിച്ച റമദാൻ മാസത്തിലെ അതിൻ്റെ അവതരണം കൊണ്ട് ശ്രേഷ്ഠമായ അവസാന നാളുകളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനം എനിക്കും നിങ്ങൾക്ക് നന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ്റെ യഥാർത്ഥ അനുയായികളായി ജീവിച്ചു മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.